പ്രിയമിത്രങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അടിപൊളി കഥയാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. റോഷനും ജിൻസണും +1 മുതൽ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഒന്നിച്ചാണ് കോളേജിൽ പഠിച്ചത്. അവർ തമ്മിൽ അറിയാത്ത രഹസ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഒരുമിച്ചാണ് വായ്നോട്ടവും കൊച്ചുപുസ്തകം വായിക്കലും എല്ലാം. അങ്ങനെ കോളേജിൽ അവർ അടിച്ചു പൊളിച്ചു നടന്നു. കോളേജിൽ വെച്ച് ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ തന്നെ ജിൻസന് ഒരു പ്രേമമുണ്ടായിരുന്നു. സുന്ദരിയായ സീന. രണ്ടുപേർക്കും ജോലി കിട്ടുന്നത് വരെ അവർ പ്രേമിച്ചു നടന്നു. സീനയ്ക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ കുറെ നാൾ മുമ്പ് മരിച്ചുപോയതാണ്. കോളേജ് പഠിത്തം എല്ലാം കഴിഞ്ഞ് ജിൻസൺ എയർപോർട്ട് മാനേജ്മെന്റ് പഠിക്കുകയും വേഗം തന്നെ ജോലി കിട്ടുകയും ചെയ്തു. സീനയ്ക്ക് BEd പഠിച്ച് ടീച്ചറായി ജോലി കിട്ടി. റോഷനാകട്ടെ PSC കോച്ചിങ് എന്ന് പറഞ്ഞ് നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. സുഹൃത്തുക്കൾക്ക് ജോലിയായപ്പോൾ വീട്ടിൽ വിവാഹക്കാര്യം അവതരിപ്പിച്ചു. റോഷനാണ് അവർക്ക് വേണ്ടി 2 വീടുകളിലും സംസാരിച്ചതും അവർക്ക് സപ്പോർട്ട് കൊടുത്തതും. വിവാഹം മംഗളകരമായി നടന്നു. കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞുള്ള ഹണിമൂൺ തുടങ്ങിയപ്പോൾ റോഷൻ അവരുടെ അടുത്ത് നിന്നും പതുക്കെ ഒഴിഞ്ഞു മാറി. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? ഒറ്റ മോളായതുകൊണ്ടും കൂട്ടിന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും ജിൻസൺ സീനയുടെ വീട്ടിൽ തന്നെ താമസമാക്കി. ജിൻസന്റെയും സീനയുടെയും കല്യാണം കഴിഞ്ഞതോടെ വർഷങ്ങളോളം പ്രേമിച്ചു നടന്ന അവരുടെ വികാരങ്ങൾ പുറത്തു ചാടി. സ്ഥലകാല ബോധമില്ലാതെ കളികൾ ആഘോഷമാക്കി മാറ്റി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന സീനയുടെ അമ്മ ഭാനുമതിക്ക് വർഷങ്ങളോളം അടക്കി വെച്ചിരുന്ന കാമം ഉണരാൻ തുടങ്ങിയിരുന്നു. ഭാനുമതിയെ കണ്ടാൽ ഒരു നെടുവരിയൻ സാധനമാണ്. ഭർത്താവ് മരിച്ചതിൽ പിന്നെ മറ്റൊരു വിവാഹം കഴിച്ചില്ല. ഇന്നിപ്പോൾ മകനും മരുമകനും സ്ഥലകാല ബോധമില്ലാതെ കാണുന്നിടത്ത് നിന്ന് ഓരോന്ന് ചെയ്യുന്നത് കണ്ടപ്പോൾ ഭാനുമതിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ലൈംഗിക ആവേശം പുറത്തു ചാടാൻ തുടങ്ങിയിരുന്നു. അതോടെ ആ വീട്ടിൽ പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങി. പ്രശ്നക്കാരി ഭാനുമതിയാണ്. എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയുടെ പ്രശ്നം എന്താ? കല്യാണം കഴിഞ്ഞത് മുതൽ തുടങ്ങിയതാണല്ലോ. ഞാൻ അമ്മയെ വിട്ടു പോകും എന്നോർത്താണോ? ഒരു ദിവസം സീന അമ്മയോട് ചോദിച്ചു. നിനക്ക് 10 വയസ്സായപ്പോഴാണ് നിന്റെ അപ്പൻ അമ്മയെ വിട്ട് പിരിഞ്ഞത്. നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി. എനിക്കൊരു പെൺകുട്ടി വീട്ടിലുള്ളത് കൊണ്ട് ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റാനോ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനോ സാധിച്ചില്ല. എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഉള്ളിലൊതുക്കി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സന്തോഷവും കളികളുടെ ശബ്ദങ്ങളും കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ആഗ്രഹങ്ങൾ പുറത്തു വന്നു. എനിക്കിനി ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇനിയെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം. ഭാനുമതി പറഞ്ഞു നിർത്തി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് ഇത്രയൊക്കെ പ്രായമായില്ലേ? അമ്മയ്ക്കിനി വേറൊരു വിവാഹം കഴിക്കണോ? സീന വല്ലാത്ത ദേഷ്യത്തോടെ അമ്മയോട് ചോദിച്ചു. എനിക്കിനി വിവാഹം കഴിക്കാൻ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ഭാനുമതി പറഞ്ഞു. സീനയ്ക്ക് അമ്മ പറഞ്ഞത് ഏകദേശം മനസ്സിലായി. അമ്മയ്ക്ക് ഒരു കളിക്കൂട്ടുകാരനെ വേണം. പക്ഷെ അവൾക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവൾ ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് കയറിപ്പോയി. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജിൻസൺ സീനയുടെ അടുത്ത് എന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ഒന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആ ദിവസം ആരും ഒന്നും മിണ്ടിയില്ല. അടുത്ത ദിവസം ജിൻസൺ സീനയുമായി സംസാരിച്ചു. ദാഹവും വിശപ്പും പോലെയാണ് ഒരാൾക്ക് സെക്സും. ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടിയാണ്, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അമ്മ ഇതെല്ലാം സഹിച്ചത്, ജിൻസൺ മയത്തോടെ സീനയോട് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ഇത് നമുക്ക് നാണക്കേടാകും, സീന വല്ലാതെ വിഷമത്തോടെ പറഞ്ഞു. എനിക്കൊരു ഐഡിയ തോന്നുന്നു. അമ്മയ്ക്ക് ഡേറ്റിംഗ് റെഡിയാക്കി കൊടുത്താലോ? ജിൻസൺ ചോദിച്ചു. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആരെങ്കിലും നോക്കണം, അല്ലെങ്കിൽ നാണക്കേടാകും, പറഞ്ഞേക്കാം, അവൾ പറഞ്ഞു. അത് കൊള്ളാം. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെങ്കിൽ പേടിക്കാനില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം, ജിൻസൺ പറഞ്ഞു. ഭാനുമതിക്ക് അങ്ങനെയൊന്നും ആരോടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ആരെ എന്ന ആലോചനയിൽ നിന്നപ്പോഴാണ് സീനയുടെ മനസ്സിൽ റോഷന്റെ മുഖം തെളിഞ്ഞത്. അക്കാര്യം അവൾ ജിൻസനോട് പറഞ്ഞു. അവനും അത് സമ്മതമായിരുന്നു. ഭാനുമതിയോട് പറഞ്ഞപ്പോൾ ഭാനുമതിക്കും സന്തോഷമായി. പക്ഷേ അവന് സമ്മതമാകുമോ?
കിട്ടിയ ലോട്ടറിയാണ്. മരുമകന്റെ പ്രായമുള്ള അവനോടൊത്തൊന്ന് ബന്ധപ്പെടാൻ അവരുടെ മനസ്സ് തുടിച്ചു. ഉടനെ ജിൻസൺ റോഷനെ വിളിച്ചു. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്? നീ ഞായറാഴ്ച രാവിലെ വീട്ടിലേക്കൊന്ന് വാ, നമുക്കൊന്ന് കൂടണ്ടേ? ജിൻസൺ അവനോട് ഡേറ്റിംഗിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഇരുവരും അക്കാര്യം മറച്ചുവെച്ചു. അങ്ങനെ ഞായറാഴ്ചയായി. റോഷൻ വന്നു. ജിൻസണും സീനയും പള്ളിയിൽ പോയ സമയത്താണ് റോഷൻ എത്തിയത്. അവൻ അവിടെ എത്തിയപ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല സൗണ്ടിൽ ടിവിയുടെ ശബ്ദം കേൾക്കാം. അമ്മായിയമ്മ അവിടെ ഉണ്ടാകുമെന്ന് അവന് മനസ്സിലായി. അവൻ കുറെ നേരം വിളിച്ചിട്ടും ആരും ഡോർ തുറന്നില്ല. അമ്മായിയമ്മ വീടിന് പുറകിൽ കാണുമെന്ന് വിചാരിച്ച് അവൻ വീടിന് പുറകിലേക്ക് നടന്നു. അമ്മയുടെ റൂമിൽ നിന്ന് എന്തോ ശീൽക്കാര ശബ്ദം കേട്ടതുപോലെ അവന് തോന്നി. അവൻ ഒരു നിമിഷം നിന്നു. ജനൽപ്പാളി പതിയെ തുറക്കാൻ നോക്കി. പക്ഷേ പറ്റിയില്ല. അവൻ വീടിന് പുറകിലേക്ക് ചെന്നു. അവിടെ നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. അവൻ പതിയെ അകത്തേക്ക് കയറി. ശബ്ദമുണ്ടാക്കാതെ അമ്മയുടെ റൂമിലേക്ക് നോക്കിയപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ബെഡിൽ ചാരിയിരുന്നുകൊണ്ട് മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ട് വിരൽപ്രയോഗം നടത്തുന്ന കൂട്ടുകാരന്റെ അമ്മായിയമ്മ. അവൻ ആ കാഴ്ച അമ്പരപ്പോടെ നോക്കി നിന്നു. 45 വയസ്സിനോടടുത്ത ഭാനുമതിയുടെ ശരീരം നല്ല വെളുത്തു കൊഴുത്തതായിരുന്നു. വെളുത്തു കൊഴുത്ത സുന്ദരിയായ അമ്മായിയമ്മയെ അവൻ പണ്ടേ ഒരു നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. പല ദിവസവും രാത്രി അവന്റെ സ്വപ്നറാണിയായിരുന്നു. അമ്മായിയമ്മ ഇതൊന്നും അറിയാതെ തന്റെ പ്രവൃത്തിയിൽ സുഖിച്ചുകൊണ്ടിരുന്നു. റോഷൻ പരിസരം പോലും മറന്നു നിന്ന നിമിഷങ്ങളായിരുന്നു അത്. അമ്മായിയമ്മ അവനെ മാടി വിളിക്കുന്നത് പോലെ അവന് തോന്നി. റോഷൻ ഒരു യന്ത്രം കണക്കെ യാന്ത്രികമായി അവർക്കരികിൽ ചെന്നു നിന്നു. കുന്നിൻ ചെരുവുകളും താഴ്വാരങ്ങളും അതിൽ കൂടി തേൻ ചൊരിയുന്ന പനിനീർ പൊയ്കയും അവൻ കണ്ടു. അവന്റെ സകല നിയന്ത്രണങ്ങളും അവിടെ കൈവിട്ടുപോയി. അവൻ ഒരു നിമിഷം മൂക്കുകുത്തി അവിടേക്ക് വീണു. ഭാനുമതി ഇരു കൈകളും കൊണ്ട് അവനെ സ്വീകരിച്ചു. അവന്റെ അധരങ്ങൾ ആ പവിഴച്ചെപ്പിലെ മുത്തുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു. അവനൊരു ഇളം തന്നലായി അവളിൽ ലയിച്ചു. നിമിഷ നേരം കൊണ്ട് ഒരു കൊടുങ്കാറ്റായി അവൻ മാറി. അമ്മായിയമ്മയാകട്ടെ കാറ്റിൽ ആടിയുലയുന്ന ഒരു കാറ്റാടി മരമായി ആടി ഉലഞ്ഞു. ഒടുവിൽ എല്ലാ കൊടുങ്കാറ്റുകളും ശാന്തമായി. ഇനി നീ എവിടെയും പോകണ്ട, ഒരു ചെറിയ നാണത്തോടെ അമ്മായിയമ്മ അവനോട് പറഞ്ഞു. ഇല്ല, എന്റെ ചക്കരയെ വിട്ട് ഞാൻ എവിടെയും പോകില്ല, ഒരു കുസൃതിച്ചിരിയോടെ റോഷൻ പറഞ്ഞു. അതാണ് നിനക്ക് നല്ലത്. അത് പറഞ്ഞത് ജിൻസണാണ്. റോഷൻ പെട്ടെന്ന് ഞെട്ടി. പിന്നെ തിരിഞ്ഞു നോക്കി. ജിൻസണും സീനയും തങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അമ്മായിയമ്മ ബെഡ്ഷീറ്റ് എടുത്ത് നാണം മറച്ചു. റോഷൻ ഒന്നും മനസ്സിലാകാതെ മിഴിച്ചു നിന്നു. ഞങ്ങൾ എന്റെ അമ്മായിയമ്മയ്ക്ക് ഒരു കൂട്ടന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ജിൻസൺ റോഷനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. റോഷൻ അതിശയിച്ച് ജിൻസനെയും സീനയും നോക്കി നിന്നു. അതേടാ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇനി നീ വേണം എന്റെ അമ്മയ്ക്ക് അന്തിക്കൂട്ടിന്. സീന പറഞ്ഞത് കേട്ടപ്പോൾ റോഷൻ അതിയായ സന്തോഷമുണ്ടായി. തങ്ങളുടെ പ്ലാൻ സക്സസ് ആയ സന്തോഷത്തിൽ ജിൻസണും സീനയും കണ്ണിൽ കണ്ണിൽ നോക്കി പുഞ്ചിരി തൂകി. അപ്പോഴും ജിൻസന്റെ മനസ്സ് നിറയെ അമ്മായിയമ്മയുടെ ആ കൊഴുത്തുരുണ്ട ആ നഗ്ന ശരീരമായിരുന്നു. അവൻ ആദ്യമായിട്ടാണത് കാണുന്നത്. ജിൻസൺ ഒരു നെടുവേർപ്പിട്ട് അകത്തേക്ക് കയറിപ്പോയി.